ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിൻവ അച്ചേബി എഴുതിയ ദ സാക്രിഫിഷ്യൽ എഗ് എന്ന ഷോർട്ട് സ്റ്റോറി ഡിസ്കസ് ചെയ്യാം. ഈ സ്റ്റോറിയുടെ എൻഡിലായിട്ട് നമുക്ക് തീംസും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. കുറച്ച് ലെന്തിയാണ്, കുറച്ച് ഫാസ്റ്റായിട്ട് ഞാൻ വായിക്കാം. Julius Obi sat gazing at his typewriter. The fat chief clerk, his boss, was snoring at his table. Outside, the gatekeeper, in his green uniform, was sleeping at his പോസ്റ്റ്. അപ്പോൾ എന്താ പറയുന്നത്, ജൂലിയസ് ഒബി തൻ്റെ ടൈപ്പ് റൈറ്ററിൽ നോക്കി ഇരുന്നു. അപ്പം ഗേസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക. അപ്പം ഇനി അടുത്തത് ജൂലിയസ് ഒബിയുടെ ബോസിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് പറയുകയാണ്. ആ ഫാറ്റ് ആയിട്ടുള്ള ചീഫ് ക്ലർക്ക് എന്ത് ചെയ്യുവാണ്, മേശയിൽ സ്നോറിങ് എന്ന് വെച്ചാൽ കൂർക്കം വലിച്ച് ഉറങ്ങുകയാണ്. ഇനി പുറത്തേക്ക് നോക്കിയാൽ പച്ച യൂണിഫോമിൽ ഗേറ്റ് കീപ്പർ എന്ത് ചെയ്യുവാണ്, ഗേറ്റ് കീപ്പറും ഉറങ്ങുകയാണ്. യു കുഡ് നോട്ട് ബ്ലെയിം ഹിം. No customer had passed through the gate for nearly a week. There was an empty basket on the giant weighing machine. A few palm kernels lay desolately in the dust around the machine. Only the flies remained in strength. നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം എന്താണ്, ഒരു ആഴ്ചയോളം ഒരു ഉപഭോക്താവും ഗേറ്റിലൂടെ കടന്നു പോയിട്ടില്ല. അതായത് ഗുരുതരമായ സ്മോൾ പോക്സ് പകർച്ചവ്യാധി കാരണം പ്രാദേശിക വിപണി പൂർണ്ണമായും അടച്ചു പൂട്ടി, അല്ലെങ്കിൽ വിജനമായിരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു കാലത്ത് ഭയങ്കര പ്രോസ്പെറസും ത്രൈവിങ്ങും, അതായത് നല്ല അഭിവൃദ്ധിയായിരുന്ന ആ മാർക്കറ്റ് ഇപ്പം എങ്ങനെയാണ്, നൗ എംപ്റ്റി. അതാണ് അടുത്ത വരികളിൽ പറയുന്നത്. ആ ജയൻ്റ് ആയിട്ടുള്ള വലിയ വെയിങ് മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരം അളക്കുന്നതിനുള്ള ഉപകരണം, അവിടെ എന്ത് മാത്രം കാണാം, ഒരു ഒഴിഞ്ഞ കൊട്ട മാത്രമുണ്ട്. അതിൽ ആ മെഷീന് ചുറ്റുമുള്ള പൊടിയിൽ കുറച്ച് എന്താ കിടക്കുന്നത്, പാം കർണൽസിൻ്റെ സീഡ്സ്, കുരുക്കൾ വിജനമായി കിടക്കുന്നു. ഡെസലേറ്റ്ലി എന്ന് വെച്ചാൽ വിജനമായി അവിടെ എവിടെയും കിടക്കുന്നു. ഇനി ആരാണ് അവിടെ അവശേഷിക്കുന്നത്, ഈച്ചകൾ മാത്രം അവശേഷിച്ചു. അതായത് ഓൺലി ദ ഫ്ലൈസ് റിമെയിൻ ഇൻ സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ അഭാവത്തെ സൂചിപ്പിക്കുകയാണ് ഇവിടെ. ജൂലിയസ് went to the window that overlooked the great market on the banks of the river Niger. അപ്പോൾ ജൂലിയസ് ഒരു ജനലിനടുത്തേക്ക് നടന്നു. ആ ജനലിൽ നിന്നും നോക്കിയാൽ എന്താണ് കാണാൻ സാധിക്കുന്നത്, റിവർ നൈജറിന് സമീപമുള്ള വലിയ മാർക്കറ്റ് മുഴുവൻ കാണാം. This market, though still called Inkova, had long spilled over into Eek, Oi and Afo with the coming of civilization and the growth of the town into big palm oil pot. അപ്പോൾ സ്പിൽഡ് ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാപിച്ചു. അപ്പോൾ ഈ എൻകോവ, ഈക്ക്, ഓയ്, അഫോ എന്നിവ ഇഗ്ബോ കലണ്ടറിൽ ആഴ്ചയിലെ 4 ദിവസങ്ങളുടെ പേരുകളാണ്. അത് 4 days ഓഫ് ദ വീക്ക് ഇൻ ദ ട്രഡീഷണൽ ഇഗ്ബോ കലണ്ടർ. അപ്പോൾ പരമ്പരാഗത വിപണി ദിവസം എന്നത് ഈ എൻകോവ ആയിരുന്നു. പക്ഷേ എന്ത് കാരണം, സിവിലൈസേഷൻ കാരണം ഒരു പ്രധാന പാം ഓയിൽ തുറമുഖമായി പട്ടണം വളർന്നതുകൊണ്ട് മാർക്കറ്റ് ഇപ്പോൾ ആഴ്ചയിലെ എല്ലാ ദിവസവും, അതായത് എൻകോവ ദിവസം മാത്രമല്ല, എക്കി, ഓയ്, എഫോ എന്നീ ദിവസങ്ങളിലും തുറന്നിരിക്കുന്നു, അല്ലെങ്കിൽ തിരക്കേറിയതായിരിക്കുന്നു മാർക്കറ്റ് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ. ഓക്കെ. Despite of this encroachment, however, it was still busiest on its original Enkova day, because the deity who had presided over it from antiquity still cast her spell only on her own day. Let men in their greed spill over themselves. അപ്പോൾ പ്രസീഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേൽനോട്ടം വഹിക്കുക, ഇൻചാർജ് അല്ലെങ്കിൽ ടു ലീഡ് എന്നാണ് അർത്ഥം. അപ്പം ആൻറ്റിക്വിറ്റി എന്ന് പറയുമ്പോൾ പുരാതനം അല്ലെങ്കിൽ ആദ്യകാലം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ എൻക്രോച്ച്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് മറ്റ് നാളുകളിലേക്ക് വ്യാപിച്ചെങ്കിലും, അതായത് അതിൻ്റെ മെയിൻ ദിവസം എന്ന് പറയുന്നത് എൻകോവയാണെങ്കിലും അതിൽ അഫോ, ഒയ്, ഈക്ക് എന്നീ ദിവസങ്ങൾ വ്യാപിച്ചെങ്കിലും യഥാർത്ഥ എൻകോ ദിവസത്തിൽ തന്നെ മാർക്കറ്റ് ഏറ്റവും തിരക്കുള്ളതായിരുന്നു. കാരണമുണ്ട്. എന്താണ് കാരണം, ആ മാർക്കറ്റിനെ പഴയകാലം മുതൽ കാത്തു സൂക്ഷിച്ചിരുന്ന ദേവതയ്ക്ക് തൻ്റെ ശക്തി അല്ലെങ്കിൽ തൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നത് എൻകോ ദിവസത്തിലാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് റൈറ്റർ പറയുന്നതാണ്, ലെറ്റ് ഗ്രീഡി പീപ്പിൾ എക്സ്പാൻഡ് ദ മാർക്കറ്റ് ടു അതർ ഡേയ്സ് ഇഫ് ദേ വാണ്ട്. അതായത് മനുഷ്യർ തങ്ങളുടെ ഗ്രീഡി കാരണം മാർക്കറ്റിനെ മറ്റു നാളുകളിലേക്ക് നീട്ടട്ടെ. പക്ഷേ ദേവതയുടെ അനുഗ്രഹം എൻകോ ദിവസത്തിൽ മാത്രമാണ് കൂടുതൽ ലഭിക്കുക. It was said that she appeared in the form of an old woman in the center of the market just before cock crow and waved her magic fan in the 4 directions of the earth, in front of her, behind her, to the right and to the left, to draw to the market men and women from distant places. അപ്പോൾ ഇവിടെ ഒരു സിംബോളിസം ഉണ്ട്. അതായത് ഈ ഓൾഡ് വുമൺ എന്നത് മാർക്കറ്റിൻ്റെ ദേവതയാണ്. അപ്പോൾ ദേവത എന്ന് പറയുമ്പോൾ പാരമ്പര്യവും പഴയ വിശ്വാസങ്ങളും പ്രതിനിധീകരിക്കുന്നു. അതുപോലെ ജസ്റ്റ് ബിഫോർ കോക്രോ, അതായത് ഈ കോക്രോ
എന്ന് പറയുന്ന ഈ സമയം ആത്മാക്കളെയും ദേവതകളും സഞ്ചരിക്കുന്ന സമയമായി കരുതുന്നു. അതുപോലെ വേവ്ഡ് ഹെർ മാജിക് ഫാൻ ഇൻ ദ 4 directions. അതായത് എന്താ ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഷീ സൂപ്പർ നാച്ചുറൽ ആണ്, അല്ലെങ്കിൽ ഒരു ഓർഡിനറി വുമൺ അല്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്താ പറയുന്നത്, 4 ദിക്കുകളിലേക്കും വീശുന്നു, അതായത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും. അപ്പോൾ ദേവതയ്ക്ക് മുഴുവൻ പ്രദേശത്തെയും നിയന്ത്രിക്കാനുള്ള ശക്തിയുണ്ട്. അത് മാർക്കറ്റിൽ ആളുകൾ വരുന്നത് ദേവതയുടെ അനുഗ്രഹം കൊണ്ട് ആണ് എന്നാണ് ഇഗ്ബോ കൾച്ചർ, അവരുടെ വിശ്വാസം. അതുപോലെ പുതിയ സംസ്കാരവും നഗരവത്കരണം വന്നാലും ആളുകൾ പഴയ ദൈവവിശ്വാസത്തിൽ വിശ്വസിക്കുന്നു എന്ന ഒരു വഴി എന്നതാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ എന്താ പറയുന്നത്, കോഴി കൂവുന്നതിന് മുമ്പ് മാർക്കറ്റിൻ്റെ നടുവിൽ ഒരു ഓൾഡ് വുമൻ്റെ, ഒരു സ്ത്രീയുടെ രൂപത്തിൽ മാർക്കറ്റിൻ്റെ ദേവത പ്രത്യക്ഷപ്പെടുമെന്നായിരുന്നു ആളുകൾ പറഞ്ഞിരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, അവൾ തൻ്റെ മാജിക് ഫാൻ മുന്നിലേക്കും പിന്നിലേക്കും വലത്തോട്ടും ഇടത്തോട്ടും എന്നിങ്ങനെ 4 ദിക്കുകളിലേക്ക് വീശും. അപ്പോൾ എന്തിനാ ഇങ്ങനെ വീശുന്ന, ദൂരങ്ങളിലുള്ള ആളുകളെ മാർക്കറ്റിലേക്ക് ആകർഷിക്കാനായിരുന്നു ഈ ശ്രമം. And they came bringing the produce of their lands, palm oil and kernels, cola nuts, cassava, mats, baskets and earthen pots, and took home many colored clothes, smoked fish, iron pots and plates. അപ്പം അവർ തങ്ങളുടെ നിലങ്ങളിലുണ്ടാകുന്ന ഈ പാം ഓയിലും കെർണൽസും കോല നട്ട്സും കസാവ, മാറ്റ്സ്, ബാസ്ക്കറ്റ്, എർത്തൻ വെയർ പോട്ട്സ് എന്നീ വസ്തുക്കൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവരെന്ത് ചെയ്യും, അവ വിൽക്കുകയും പല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ, സ്മോക്ക്ഡ് ഫിഷ്, ഇരുമ്പ് പാത്രങ്ങൾ മുതലായവ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അതുപോലെ പറയുന്നുണ്ട്, ദീസ് വേർ ദ ഫോറസ്റ്റ് പീപ്പിൾ, അതായത് അവർ കാട്ടിലെ ഉള്ളിലുള്ള ഗ്രാമങ്ങൾ താമസിച്ചിരുന്ന ആളുകളായിരുന്നു. ദ അതർ ഹാഫ് ഓഫ് ദ പീപ്പിൾ ഹു ലിവ്ഡ് ബൈ ദ ഗ്രേറ്റ് റിവേഴ്സ് കെയിം ഡൗൺ ഓൾസോ ബൈ canoe, bringing yams and fish. Sometimes it was a big canoe with a dozen or more people in it. Sometimes it was a lone fisherman and his wife in a small vessel from the swift flowing Anabra. അപ്പം ഈ കനോ എന്ന് പറയുമ്പോൾ തോണി, വെസൽ എന്ന് പറഞ്ഞാൽ ബോട്ട്. ഓക്കെ, ഇനി യാംസ് എന്ന് പറഞ്ഞാൽ ഈ കിഴങ്ങ്, അതായത് ഈ സ്വീറ്റ് പൊട്ടറ്റോ പോലെ, അതായത് നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് റോസ് കളറിലിരിക്കും, അവിടുത്തെ ഈ യാം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബ്രൗൺ കളറിലിരിക്കും. ഓക്കെ, അപ്പോൾ വലിയ നദികളുടെ കരയിൽ താമസിക്കുന്നവർ, അതായത് മറ്റൊരു വിഭാഗം ആളുകളെക്കുറിച്ച് പറയുകയാണ്. അതായത് വലിയ നദികളുടെ കരയിൽ താമസിക്കുന്നവർ, ഇവരും മാർക്കറ്റിലേക്ക് വന്നിരുന്നു. അവർ യാമും മീനും കൊണ്ട് തോണിയിൽ യാത്ര ചെയ്തു വരും. ചിലപ്പോൾ എത്ര പേരാണ്, 12ഓ അതിലധികമോ ആളുകൾ കയറിയ ഒരു വലിയ തോണിയിൽ വരും. ചിലപ്പോൾ ഒരു മത്സ്യത്തൊഴിലാളിയും അയാളുടെ ഭാര്യയും മാത്രമേ ഒരു ചെറിയ തോണിയിൽ വേഗത്തിൽ ഒഴുകുന്ന അനംബ്ര നദിയിൽ തുഴഞ്ഞ് അവർ എത്തും. They moved their canoe on the bank and sold their fish after much haggling. The woman then walked up the straight banks of the river to the heart of the market to buy salt and oil, and if the sales had been very good, even a length of cloth. അപ്പോൾ മൂഡ് എന്ന് പറഞ്ഞാൽ കെട്ടുക, ടൈ ചെയ്യുക. അപ്പോൾ എന്താ പറയുന്നത് ഇവിടെ, അവർ തങ്ങളുടെ തോണി നദിക്കരയിൽ കെട്ടി മീൻ വാങ്ങാൻ വരുന്നവരുമായി ബാർഗെയിൻ നടത്തി അത് വില പേശി മീൻ വിറ്റ്, അതിനുശേഷം സ്ത്രീകൾ നദിയുടെ കുത്തനെയുള്ള ആ കര കയറി മാർക്കറ്റിൻ്റെ നടുവിലേക്ക് പോയി എന്തൊക്കെ വാങ്ങും, ഉപ്പ്, എണ്ണ തുടങ്ങിയവ വാങ്ങും. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ആ ദിവസം മീൻ വിൽപ്പന വളരെ നന്നായി നടക്കുവാന്ന് വിചാരിച്ചു. അപ്പോൾ അവർ എന്ത് വാങ്ങും, എ പീസ് ഓഫ് ക്ലോത്ത് വാങ്ങും എന്നാണ് പറയുന്നത്. ആ പീസ് ഓഫ് ക്ലോത്ത് എന്ന് പറയുന്ന ഒരു വാല്യുബിൾ ഐറ്റമായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് പണം അധികം കിട്ടിയാൽ മാത്രമേ അവർക്കത് വാങ്ങാനൊക്കത്തുള്ളൂ. അപ്പോൾ ഈ പീസ് ഓഫ് ക്ലോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് മേ ബി അവരുടെ അരയ്ക്ക് ചുറ്റുന്ന ഒരു ട്രഡീഷണൽ ക്ലോത്ത് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു പ്രത്യേക ചടങ്ങുകൾക്ക് ധരിക്കുന്ന ഒരു പീസ് ഓഫ് ക്ലോത്ത് ആയിരിക്കാം, ഇല്ലെങ്കിൽ സമൂഹത്തിൽ ആ സൊസൈറ്റിയിൽ തങ്ങളുടെ ആ നില, ആ പൊസിഷൻ കാണിക്കാനുള്ള ഒരു സിമ്പിളും ആയിരിക്കാം ഇത്. ആൻഡ് ഫോർ ഹെർ ചിൽഡ്രൻ അറ്റ് ഹോം ഷീ ബോട്ട് ബീൻ കേക്ക്സ് ആൻഡ് മൈ വിച്ച് ദി ഇഗാര വിമൻ കുക്ക്ഡ്. മൈ എന്ന് പറയുമ്പോൾ സ്റ്റീംഡ് ബീൻ പുഡിംഗ് ആണ്. അപ്പോൾ വീട്ടിൽ കുട്ടികൾക്കായി ഇഗാര സ്ത്രീകൾ തയ്യാറാക്കി വിറ്റിരുന്ന ബീൻ കേക്കും മൈ എന്ന പഴം കൊണ്ടുള്ള വിഭവവും അവർ വാങ്ങി കൊണ്ടുപോകും. As evening approached, they took up their paddles again and paddled away, the water shimmering in the sunset and their canoe becoming smaller and smaller in the distance until it was just a dark crescent on the water's face and 2 dark bodies swaying forwards and backwards in it. അപ്പോൾ എന്താ പറയുന്നത്, വൈകുന്നേരം ആകുമ്പോൾ അവർ
പാഡിൽസ് എന്ന് വെച്ചാൽ തുഴയെടുത്ത് തുഴയൊക്കെ തുഴഞ്ഞ് അവർ യാത്ര തുടരും. വാട്ടർ ഷിമ്മറിങ് ഇൻ ദ സൺസെറ്റ്, അതായത് സൂര്യാസ്തമത്തിൽ നദിയിലെ വെള്ളം സൂര്യൻ്റെ പ്രകാശമേറ്റ് തിളങ്ങി. അതായത് ഒരു പീസ്ഫുൾ കാം ഈവനിങ് അറ്റ്മോസ്ഫിയറിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതുപോലെ കനോ ബിക്കമിങ് സ്മോളർ ആൻഡ് സ്മോളർ ഇൻ ദ ഡിസ്റ്റൻസ്, അത് വളരെ വളരെ ദൂരേക്ക് പോകുമ്പോൾ അവരുടെ ആ വള്ളം ചെറിയതായി എന്ന് സൂചിപ്പിക്കുന്നു. അത് ചെറിയതായി എന്ന് സൂചിപ്പിക്കുമ്പോൾ അത് എന്തിൻ്റെ ആകൃതിയിലായി? ഒരു അതായത് ആ വള്ളം ഒരു ചന്ദ്രക്കലയുടെ ആകൃതിയിലായി, അല്ലെങ്കിൽ വളരെ ദൂരേക്ക് പോകുമ്പോൾ ചെറിയൊരു കനോയെ ഒരു ക്രിസൻറ്റ് മൂണിൻ്റെ ഷേപ്പുമായി കമ്പയർ ചെയ്യുവാണ് അവിടെ. അതുപോലെ ഇവിടെ പറയുന്നുണ്ട് വള്ളത്തിനുള്ളിലെ 2 പേരും സ്വേയിങ് ഫോർവേഡ് ബാക്ക്വേർഡ്, അതായത് മുന്നോട്ടും പിന്നോട്ടും ആടുന്നതായി മാത്രം കാണാൻ കഴിയത്തുള്ളൂ നമുക്ക് ആ ദൂരെ വള്ളം പോകുമ്പോൾ. ഉമ്രു then was a meeting place of the forest people who were called Igbo, and the alien riverine folk whom the Igbo called Olu, and beyond whom the world stretched in indefiniteness. അപ്പോൾ ഉമ്മുരു അന്ന് 2 ജനവിഭാഗങ്ങൾ കൂടിച്ചേരുന്ന ഒരു ഇടമായിരുന്നു. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിൽ താമസിക്കുന്നവർ, അത് ഇഗ്ബോ എന്ന് വിളിക്കുമായിരുന്നു അവരെ. രണ്ടാമത് നദിക്കരയിൽ താമസിക്കുന്നവർ, അതായത് ഇഗ്ബോ ഒലു എന്ന് അവരെ വിളിച്ചു. അപ്പോൾ ഇഗ്ബോ അവരെ ഔട്ട്സൈഡേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ഇഗ്ബോകൾക്ക് ദ വേൾഡ് ബിയോണ്ട് വെർ ദ ഒലു ലിവ്ഡ് വാസ് അൺനോൺ, അല്ലെങ്കിൽ അൺക്ലിയർ, അല്ലെങ്കിൽ സീംഡ് എൻലെസ്. അപ്പോൾ ഒലു ജനങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിന് അപ്പുറം എന്താണെന്ന് ഇഗ്ബോകൾക്ക് വ്യക്തമല്ലായിരുന്നു. ചുരുക്കത്തിൽ ഒരു പ്രദേശത്തിന് ശേഷമുള്ള ലോകം എങ്ങനെയാണ് എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. Julius Obi was not a native of Umru. He had come like countless others from some bush village inland. അപ്പോൾ ബുഷ് വില്ലേജ് എന്ന് വെച്ചാൽ എ വില്ലേജ് ഇൻ കൺട്രി സൈഡ്, നോട്ട് ഡെവലപ്ഡ്, കാടുകൾക്കിടയിലുള്ള ഒരു വികസനം വരാത്ത കുറവുള്ള ഒരു ഗ്രാമം. അപ്പം ജൂലിയസ് ഓബി ഉമ്മുരുവിലെ സ്വദേശിയായിരുന്നില്ല, അവൻ മറ്റൊരു സ്ഥലത്ത് നിന്ന് വന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ജൂലിയസ് ഓബിക്ക് ഉമ്മുരുവിലെ ആചാരങ്ങളെയോ വിശ്വാസങ്ങളെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഹാവിംഗ് പാസ്ഡ് ഹിസ് സ്റ്റാൻഡേർഡ് 6 in a mission school, he had come to Umru to work as a clerk in the office of the all-powerful European trading company which brought palm kernels at its own price and sold cloth and metal were also at its own price. മിഷൻ സ്കൂളിൽ 6ാം ക്ലാസ് പാസ്സായ ശേഷം ജൂലിയസ് ഓബി ഒരു ക്ലർക്ക് ജോലി ചെയ്യാൻ ഉമ്രുവിലേക്ക് വന്നു. അപ്പോൾ യൂറോപ്യൻസ് നിയന്ത്രിക്കുന്ന അതിവിപുലമായ ഇല്ലെങ്കിൽ അതിശക്തമായ വ്യാപാര സ്ഥാപനത്തിലാണ് ജൂലിയസിന് ജോലി. അപ്പോൾ ഈ കമ്പനി അവർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് വാങ്ങുകയും, അതായത് പാം കർണൽസ് വാങ്ങുകയും തുണിയും ഇരുമ്പ് ഉപകരണങ്ങളും തനിക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് വിൽക്കുകയും ചെയ്തു. അതായത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി തുണിയും ലോഹ ഉപകരണങ്ങളും വളരെ ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ കാണിക്കുന്ന ആ സിമ്പിൾ ഓഫ് കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ, അല്ലെങ്കിൽ ദേ കൺട്രോൾസ് എവറിത്തിങ് എന്നത് കാണിക്കുകയാണ്. The offices were situated beside എന്ന് വെച്ചാൽ by the side of the famous market, so that in his first 2 or 3 weeks Julius had to learn to work within its huge enveloping hum. അപ്പം പറയുവാണ് ജൂലിയസ് ഓബി ജോലി ചെയ്യുന്ന ഓഫീസ് പ്രശസ്തമായ ആ ഫേമസ് മാർക്കറ്റിൻ്റെ അടുത്താണ്. അപ്പോൾ മാർക്കറ്റ് എങ്ങനെയായിരുന്നു നമുക്കറിയാം, ക്രൗഡഡ് ആണ്, നോയിസിയാണ്. അപ്പോൾ ആദ്യ 2-3 ആഴ്ചകളിൽ മാർക്കറ്റിലെ ചുറ്റും മുഴങ്ങുന്ന ആ തുടർച്ചയായ ശബ്ദത്തിനിടയിൽ ജൂലിയസ് ജോലി ചെയ്യാൻ അഭ്യസിക്കേണ്ടി വന്നു. അപ്പോൾ ഇവിടെ ലേൺ എന്നത് പഠനമല്ല, പരിചയപ്പെടുക. അതായത് പുതിയ സാഹചര്യത്തിൽ ജോലിയിൽ മനസ്സ് കേന്ദ്രീകരിക്കാൻ പഠിച്ചു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഹം എന്ന് വെച്ചാൽ തുടർച്ചയായി കേൾക്കുന്ന ആ അനവധി ജനങ്ങളുടെ ശബ്ദം. അപ്പം എൻവലപ്പിംഗ് ഹം എന്ന് വെച്ചാൽ ചുറ്റുമുള്ള നിരന്തരമായ ശബ്ദം ഇങ്ങനെ ജൂലിയസിനെ ഇങ്ങനെ ചുറ്റിയിരിക്കുന്ന മാതിരി ഒരു ഫീലിംഗ്. ഓക്കെ. ചീഫ് ക്ലർക്ക് വാസ് എവേ, ഹി വാക്ക് ടു ദ വിൻഡോ ആൻഡ് ലുക്ക് ഡൗൺ ഓൺ ദ വാസ്റ്റ് ആൻഡ് ഹിൽ ആക്ടിവിറ്റി. അപ്പം ചീഫ് ക്ലർക്ക് ഇല്ലാത്ത സമയത്ത് ജൂലിയസ് എന്ത് ചെയ്യും, ആ വിൻഡോയുടെ അരികിലോട്ട് ചെന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ ആൻഡ് ഹിൽ ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. അതായത് ആ മാർക്കറ്റിൽ ഫുൾ ഓഫ് പീപ്പിൾ, ആളുകൾ തിങ്ങി നിരങ്ങിയിരിക്കുന്ന ആ ആക്ടിവിറ്റിയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആ ബ്രസ്ലിംഗ് മൂവ്മെൻറ്റിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. മോസ്റ്റ് of these people were not there yesterday, he thought, and yet the market had been just as full. There must be many people in the world to be able to be filled the market day after day like this. അപ്പം ജൂലിയസ് ചിന്തിക്കുകയാണ്, ഇവരിൽ ഭൂരിഭാഗവും ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷേ മാർക്കറ്റ് ഇന്നലത്തെ പോലെ തന്നെ നിറഞ്ഞിരിക്കുന്നു. അതായത് പുതിയ ആളുകൾ ഡെയിലി വരുന്നു. ഹ്യൂജ് നമ്പർ ഓഫ് പീപ്പിൾ ഈ ലോകത്തുണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒബി ചിന്തിക്കുന്നത്? ബിക്കോസ് മാർക്കറ്റ് എപ്പോഴും എല്ലാ ദിവസവും ക്രൗഡഡ് ആണ്. ഓഫ് കോഴ്സ് ദേ സെഡ് നോട്ട് ഓൾ ഹു കെയിം ടു ദ ഗ്രേറ്റ് മാർക്കറ്റ് വെർ റിയൽ പീപ്പിൾ. മാർക്കറ്റിൽ വരുന്നവർ എല്ലാവരും മനുഷ്യരല്ല എന്നാണ് ചിലർ വിശ്വസിച്ചിരുന്നത്, അല്ലെങ്കിൽ ചിലർ പറഞ്ഞിരുന്നു. ജാനറ്റ്സ് മദർ മാ ഹാഡ് സെഡ് സോ. ജാനറ്റിൻ്റെ അമ്മയും
ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്. ബ്യൂട്ടിഫുൾ യങ് വുമൺ യു സീ സ്ക്യൂസിംഗ് ത്രൂ ദ ക്രൗഡ്സ് ആർ നോട്ട് പീപ്പിൾ ലൈക്ക് യു ഓർ മീ ബട്ട് മാമി വോട്ടോ ഹു ഹാവ് ദ ടൗൺസ് ഇൻ ദ ഡെപ്ത്സ് ഓഫ് ദ റിവർ ഷീ സെഡ്. അപ്പോൾ എന്താ ജാനറ്റിൻ്റെ അമ്മ പറഞ്ഞത്? ഈ തിരക്കുള്ള ജനക്കൂട്ടത്തിൽ ചില അതിസുന്ദരികളായ യുവതികളുണ്ട്. അപ്പോൾ അവർ മനുഷ്യരല്ല, പിന്നെയോ നദിയുടെ ആഴത്തിലുള്ള പട്ടണത്തിൽ ജീവിച്ചിരുന്ന മാമി വോട്ടോ, അത് ജലാത്മാക്കളാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. You can always tell them because they are beautiful with a beauty that is too perfect and too cold. അതായത് യു ക്യാൻ ഓൾവേസ് ടെൽ ദം, യു ക്യാൻ റെക്കഗ്നൈസ് ദം. എന്തുകൊണ്ട് റെക്കഗ്നൈസ് ചെയ്യാനൊക്കെ അവരെ തിരിച്ചറിയാൻ കഴിയും? കാരണം അവരുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ടു പെർഫെക്റ്റ് ടു കോൾഡ് എന്ന് പറയുന്നത് അൺനാച്ചുറലി പെർഫെക്റ്റ്, ഓൾമോസ്റ്റ് സൂപ്പർ ഹ്യൂമൻ ആണ്. അതായത് വിത്തൗട്ട് ഹ്യൂമൻ ഫ്രണ്ട്ലിനെസ് ഓർ വിത്തൗട്ട് ഇമോഷൻസ് അവരെങ്ങനെയാണ്? ഒരു സൂപ്പർ ഹ്യൂമൻ ആണ്. അപ്പം മാമി വോട്ടോ എന്ന് പറയുന്നത് സിമ്പിൾ ഓഫ് മിസ്റ്ററി ആണ്, ഒരു സൂപ്പർ നാച്ചുറൽ ആണ്. അപ്പം അവരുടെ കൾച്ചറൽ ബിലീഫാണ് ഇതെല്ലാം. ഓക്കെ, യു ക്യാച്ച് എ ഗ്ലിംസ് ഓഫ് ഹെർ വിത്ത് എ ട്രെയിൽ ഓഫ് യുവർ ഐസ്, ദെൻ യു ബ്ലിങ്ക് ആൻഡ് ലുക്ക് പ്രോപ്പർലി ബട്ട് ഷീ ഹാസ് ഓൾറെഡി വാനിഷ്ഡ് ഇൻ ദ ക്രൗഡ്. അപ്പോൾ കണ്ണിൻ്റെ കോണിൽ ഒരു മിന്നായം പോലെ അവരെ ഒരു നിമിഷത്തേക്ക് നമുക്ക് കാണാം, പക്ഷേ നീ നേരെ നോക്കുമ്പോഴത്തേക്കും അവർ ജനക്കൂട്ടത്തിൽ നിന്നും മാഞ്ഞു പോയേക്കാം, വാനിഷ്ഡ് ആയേക്കാം. ജൂലിയസ് തോട്ട് അബൌട്ട് ദീസ് തിങ്സ് ആസ് ഹി നൗ സ്റ്റുഡ് അറ്റ് ദ വിൻഡോ ലുക്കിംഗ് ഡൗൺ ഓൺ ദ സൈലൻറ്റ് എംപ്റ്റി മാർക്കറ്റ്. അപ്പോൾ ജൂലിയസ് ജനലിനരികിൽ നിന്ന് ശൂന്യവും നിശബ്ദവുമായ മാർക്കറ്റിലേക്ക് നോക്കും തോറും ഈ കഥകളൊക്കെ ഇങ്ങനെ അവൻ ഓർത്തു. Who could have believed that the great boisterous market could ever be quenched like this? അപ്പോൾ ഒരിക്കൽ ബോയ്സ്ട്രസ് എന്ന് വെച്ചാൽ ഭയങ്കര ഒച്ചയും ബഹളമുള്ള, ഓക്കെ, ഒരിക്കൽ ശബ്ദങ്ങൾ കൊണ്ട് തിരക്കുകൾ കൊണ്ട് നിറഞ്ഞിരുന്ന ആ വലിയ മാർക്കറ്റ് ഇങ്ങനെ ശാന്തമാകുമെന്ന് ആരാണ് വിശ്വസിക്കുക? ബട്ട് സച്ച് വാസ് എ സ്ട്രെങ്ത് ഓഫ് കിറ്റിക്പ, ദ ഇൻകാർണറ്റ് പവർ ഓഫ് സ്മോൾ പോക്സ്. അപ്പോൾ ഇവിടെ പറയുവാണ്, എന്നാൽ ഇതാണ് ദേവനായ കിറ്റിക്പയുടെ ഭയങ്കര ശക്തി. അപ്പോൾ കിറ്റിക്പ എന്നുള്ളത് സ്മോൾ പോക്സ് സ്പിരിറ്റിനെയാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങൾ ഭയന്ന് വീട്ടിൽ കഴിയുകയും മാർക്കറ്റ് ശൂന്യമാകുകയും ചെയ്തു. എന്തുകൊണ്ടാണ്? സ്മോൾ പോക്സ് പടർന്നു. അപ്പോൾ കിറ്റിക്പയുടെ ശക്തിയെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ക്വാറന്റൈനിലായി. ഓക്കെ, ഓൺലി ഹി കുഡ് ഡ്രൈവ് എവേ ഓൾ ദോസ് പീപ്പിൾ ആൻഡ് ലീവ് ദ മാർക്കറ്റ് ടു ദ ഫ്ലൈസ്. ഈ ഹീ എന്ന് റെഫർ ചെയ്യുന്ന കിറ്റിക്പയാണ്. അപ്പോൾ ആ മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് ഓടിച്ചു വിടാനും, എന്നുവെച്ചാൽ ഇപ്പോൾ ആരും അവിടെ വരുന്നില്ല, അപ്പോൾ എല്ലാവരും ക്വാറന്റൈനിലാണ്. അതുപോലെ മാർക്കറ്റ് ഫ്ലൈസിന് മാത്രമുള്ള ഒരു ശൂന്യ സ്ഥലമാക്കാനും കഴിയുന്നത് കിറ്റിക്പയുടെ ശക്തി മാത്രമാണ്. അത് ചുരുക്കത്തിൽ മാർക്കറ്റിൽ മനുഷ്യർ ഒന്നുമില്ല, ആര് മാത്രമുണ്ട്? ഫ്ലൈസ് മാത്രമുണ്ട്. When Umru was a little village, there was an age grade who swept its market square every Enkwa day. അപ്പോൾ ഉമ്രു ഒരു ചെറിയ ഗ്രാമമായിരുന്നപ്പോൾ ഓരോ എൻക്വ ദിവസം ഒരു യുവ സംഘം മാർക്കറ്റ് മൈതാനം വൃത്തിയാക്കിയിരുന്നു. But progress had turned it into a busy, sprawling, crowded and dirty river port. അപ്പം പക്ഷെ ഗ്രാമം വികസിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? അത് ഒരു ബിസി, ഓവർ ക്രൗഡഡ്, ഡേർട്ടി റിവർ പോർട്ടായി, അശുദ്ധമായ നദീതീര തുറമുഖമായി മാറി. എ നോ മാൻസ് ലാൻഡ് വെർ സ്ട്രേഞ്ചേഴ്സ് ഔട്ട് നമ്പേർഡ് ബൈ ഫാർ ദ സൺസ് ഓഫ് ദ സോയിൽ. ഈ സൺസ് ഓഫ് ദ സോയിൽ എന്ന് റെഫർ ചെയ്യുന്ന ആരെയാണ്? നേറ്റീവ് പീപ്പിളിനെയാണ്, അവിടെയുള്ള നേറ്റീവ് പീപ്പിളിനെ. അപ്പോൾ ഒറിജിനൽ നേറ്റീവ്സിൻ്റെ എണ്ണത്തേക്കാൾ ആരാണ് കൂടുതലായത്? ഇപ്പം ഔട്ട്സൈഡേഴ്സാണ്. Who could do nothing about it except shake their heads at this gross perversion of their prayer. അപ്പോൾ ഹൂ കുഡ് ഡു നത്തിങ്, ഈ ഹൂ കുഡ് എന്നുള്ളത് നേറ്റീവ് പീപ്പിളാണ്. ഓക്കെ, പെർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഓഫ് സംതിങ്. അപ്പം നേറ്റീവ്സ്, സ്വദേശികൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതായത് അവരുടെ പ്രാർത്ഥന ഇങ്ങനെ തെറ്റായ ദിശയിലേക്ക് വന്നു എന്ന് ദുഃഖത്തോടെ തല കുലുക്കുക മാത്രമേ കഴിഞ്ഞുള്ളൂ. അപ്പോൾ എന്താണ് അവരുടെ പ്രാർത്ഥന എന്നത് അടുത്ത വരിയിൽ പറയുന്നുണ്ട്. ഫോർ ഇൻഡീഡ് ദേ ഹാഡ് പ്രേഡ് ഹു വിൽ ബ്ലെയിം ദം ഫോർ ദെയർ ടൗൺ ടു ഗ്രോ ആൻഡ് പ്രോസ്പർ. അവരുടെ ഗ്രാമം വളർന്ന് സമൃദ്ധിയാകണം എന്നാണ് അവർ പ്രാർത്ഥിച്ചിരുന്നത്. അതിനാൽ ആരാണ് അവരെ കുറ്റം പറയാൻ കഴിയുക? എന്നുവെച്ചാൽ അവരവരുടെ ടൗൺ ഇല്ലെങ്കിൽ അവരവരുടെ സ്ഥലം, ഗ്രാമം വളർന്ന് വികസിക്കണം എന്നാണല്ലേ എല്ലാവരുടെയും ആഗ്രഹം. അപ്പം അവർ പ്രാർത്ഥിച്ചതിന് ആരാ കുറ്റം പറയുന്നത്? ആൻഡ് ഇറ്റ് ഹാഡ് ഗ്രോ, അതേ ഗ്രാമം സമൃദ്ധി അടഞ്ഞു ഇല്ലെങ്കിൽ വളർന്നു. ബട്ട് ദർ ഇസ് ഗുഡ് ഗ്രോത്ത് ആൻഡ് ദർ ഇസ് ബാഡ് ഗ്രോത്ത്. പക്ഷേ വളർച്ചയ്ക്ക് നല്ലതും മോശവുമായ വശങ്ങളുണ്ടല്ലോ. ദ ബെലി ഡസ് നോട്ട് ബൾജ് ഔട്ട് ഓൺലി വിത്ത് ഫുഡ് ആൻഡ് ഡ്രിങ്ക്. ഇറ്റ് മൈറ്റ് ബി ദ അബോമിനൽ ഡിസീസ് വിച്ച് കുഡ് എൻഡ് ബൈ സെൻഡിങ് ഇറ്റ് സഫറർ ഔട്ട് ഓഫ് ദ ഹൗസ് ഈവൻ ബിഫോർ ഹി വാസ് ഫുള്ളി ഡെഡ്. അപ്പം ഇവിടെ എന്താ പറയുന്നത്? വയറ് വലുതാകുന്നത് ഭക്ഷണം അധികം കഴിച്ചത് കൊണ്ട് മാത്രമല്ല, മേ ബി രോഗം കാരണവും വയറ് വലുതാകും, വെച്ചാൽ വീർക്കും എന്നാണ് പറയുന്നത്. അത് ഉമ്രു പട്ടണത്തിൻ്റെ വളർച്ചയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ഭക്ഷണം കാരണം വയറ് വലുതാവുക, ഓക്കെ, ഇറ്റ്സ് ഗുഡ് ഹെൽത്ത് എന്ന് നമുക്ക് പറയാം. എന്നാൽ രോഗം കാരണം വയറ് വലുതാവുകയാണെങ്കിൽ നമ്മൾ എന്താ പറയും? അതൊരു ബാഡ് ഹെൽത്ത് എന്ന്, അല്ലെ ഒരു ബാഡ് ഗ്രോത്ത് എന്ന് നമ്മൾ പറയത്തുള്ളൂ. അപ്പോൾ ഉമ്രു ടൗണിൻ്റെ ഗ്രോത്ത് എന്നത് എന്താണ്? ഹെൽത്തി അല്ല. കാരണം എന്താണ്?
ടൗൺ ക്രൗഡഡായി, ടൗൺ ഡേർട്ടിയായി, ഫുൾ ഓഫ് സ്ട്രേഞ്ചേഴ്സായി, അതുപോലെ സ്പിരിച്വലി നിഗ്ലക്റ്റഡായി. അതായത് അവിടെയുള്ള ദേവന്മാർക്കും ദേവതകൾക്കും കൊടുക്കേണ്ട ആ ഒരു റെസ്പെക്റ്റ് ഒക്കെ യങ്സ്റ്റേഴ്സ് കൊടുക്കാതെയായി. എല്ലാ വളർച്ചയും നല്ല വളർച്ചയല്ല, ചിലത് അപകടകരമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ആ ലാസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്, എൻഡിങ് ബൈ ഇറ്റ് സഫറർ ഔട്ട് ഓഫ് ദ ഹൗസ് ഈവൻ ബിഫോർ ഹി വാസ് ഫുള്ളി ഡെഡ്. അത് മേ ബി പറയാൻ അങ്ങനെ കാരണം ചില നേരം പണ്ട് കാലങ്ങളിൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ മെഡിസിൻ കൊടുക്കാനുള്ള അവസ്ഥയില്ലായിരിക്കും, കണ്ടുപിടിച്ചിട്ടില്ലായിരിക്കും. അപ്പോൾ രോഗം വീട്ടിലുള്ളവർക്ക് സ്പ്രെഡാകും എന്ന് ഭയക്കുന്നതിനാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ രോഗിയെ മേ ബി വീട്ടിൽ നിന്നും പുറത്താക്കി വേറൊരിടത്ത് മാറ്റിയേക്കാം. ദ സ്ട്രേഞ്ചേഴ്സ് ഹു കെയിം ടു ഉമറു കെയിം ഫോർ ട്രേഡ് ആൻഡ് മണി, നോട്ട് ഇൻ സെർച്ച് ഓഫ് ഡ്യൂട്ടീസ് ടു പെർഫോം. അപ്പോൾ ഔട്ട്സൈഡേഴ്സ് എന്തിനു വേണ്ടിയാണ് ഉമറുവിൽ വന്നത്? വ്യാപാരത്തിനും പണത്തിനും വേണ്ടിയാണ് അവർ വന്നത്, അല്ലാതെ സമൂഹത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കാൻ വേണ്ടി വന്നതല്ല, അതുപോലെ ആ കമ്മ്യൂണിറ്റിയെ സെർവ് ചെയ്യാനും വന്നവരല്ല. For they had there in plenty back home in their village which was real home. അപ്പോൾ അവർക്ക്, അതായത് ഔട്ട്സൈഡേഴ്സിന് അവർക്ക് ചെയ്യാനുള്ള ചുമതലകൾ അവരുടെ സ്വന്തം ഗ്രാമങ്ങളിലും വീടുകളിലും തന്നെ ധാരാളം ഉണ്ടായിരുന്നു. ആൻഡ് ആസ് ഇഫ് ദിസ് ഡിഡ് നോട്ട് സഫൈസ്, ദ യങ് സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ഉമറു സോയിൽ എൻകറേജ്ഡ് ബൈ സ്കൂൾസ് ആൻഡ് ചർച്ചസ് വർ ബിഹേവിംഗ് നോ ബെറ്റർ ദാൻ ദ സ്ട്രേഞ്ചേഴ്സ്. അതായത് സ്വന്തം ആചാരങ്ങളിലും പാരമ്പര്യങ്ങളിലും ഉറച്ചു നിൽക്കുന്നതിന് പകരം കൊളോണിസ്റ്റുകളുടെ, അതായത് ഔട്ട്സൈഡേഴ്സിൻ്റെ പെരുമാറ്റങ്ങൾ, വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ എന്നിവ സ്വീകരിക്കുന്നു എന്നും, അതായത് യങ്സ്റ്റേഴ്സ് എന്താ ചെയ്യുന്നത് ഇവിടെ സ്കൂൾസ് ആൻഡ് ചർച്ചസ് എന്ന് പറയുന്നുണ്ട്. അതായത് ഹൈലൈറ്റ് ചെയ്യുന്നത് ദി സ്കൂൾസ് ആൻഡ് ചർച്ചസ് ആർ ദ പ്രൈമറി ഡ്രൈവേഴ്സ് ഓഫ് ദിസ് ചേഞ്ച് എന്നാണ്. അതായത് പരമ്പരാഗത രീതിയൊക്കെ ഉപേക്ഷിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതായും അതുവഴി യുവാക്കൾക്കും അവരുടെ ഹെറിറ്റേജ്, അതായത് പൈതൃകത്തിനിടയിൽ ഒരു വിഭജനം സൃഷ്ടിക്കുന്നതായും പറയുന്നു. അപ്പം ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു കൾച്ചറൽ ഷിഫ്റ്റ് സംഭവിച്ചു കൊളോണിയലിസം കാരണം. അതുപോലെ ലോസ് ഓഫ് ട്രഡീഷണൽ വാല്യൂസും ഉണ്ടായി. They neglected all their old tasks and kept only the revelries. അവരുടെ ട്രഡീഷണൽ, അതായത് യങ്സ്റ്റേഴ്സ് അവരുടെ ട്രഡീഷണൽ ഡ്യൂട്ടീസും ഉത്തരവാദിത്തങ്ങളും എല്ലാം അവർ അവഗണിച്ചു. അവരെന്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്? വിനോദങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഡാൻസിങ്, മേ ബി ഡ്രിങ്കിങ്, സിംഗിങ് അറ്റ് എ പാർട്ടി ഓർ ഇൻ പബ്ലിക്. ഓക്കെ, such was the state of the town when Kitikpa came to see it and to demand the sacrifice the inhabitants owed the gods of the soil. അപ്പം നാടിൻ്റെ ദേവന്മാർക്ക് ആളുകൾ കൊടുക്കേണ്ട ബലി ആവശ്യപ്പെടാനും അതുപോലെ ഗ്രാമത്തിൻ്റെ അവസ്ഥ പരിശോധിക്കാനുമായി കിറ്റിക്പ എത്തിയപ്പോൾ നഗരത്തിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരുന്നു. അപ്പം ഹീ കെയിം ഇൻ കോൺഫിഡൻറ്റ് നോളജ് ഓഫ് ദ ടെറർ ഹി ഹെൽഡ് ഓവർ ദ പീപ്പിൾ. ഈ ഹീ എന്ന് റെഫർ ചെയ്യുന്ന കിറ്റിക്പയാണ്. അപ്പം ജനങ്ങളിൽ താൻ ഉണ്ടാക്കാൻ പോകുന്ന ഭയം എത്ര വലിയതാണെന്ന് പൂർണ്ണമായും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കിറ്റിക്പ അവിടെ എത്തുന്നത്. ഹി വാസ് എ വിക്കഡ് ആൻഡ് ഹാംഫുൾ ഗോഡ് ആൻഡ് ഹി വാസ് പ്രൗഡ് ഓഫ് ബീങ് ഈവിൾ. അപ്പോൾ കിറ്റിക്പയെക്കുറിച്ച് വിവരിക്കുകയാണ്. അതായത് അവനൊരു ദുഷ്ടദേവനായിരുന്നു, അതിൽ അവന് അഭിമാനിക്കുകയും ചെയ്തിരുന്നു. ലെസ്റ്റ് ഹി ബി ഒഫൻഡഡ്, തോസ് ഹി കിൽഡ് were not killed but decorated and no one dared weep for them. അതായത് കിറ്റിക്പയെ കോപപ്പെടുത്തുമോ എന്ന ഭയത്തിൽ മരിച്ചവരെ കിറ്റിക്പ കൊന്നതാണ് എന്ന് ആരും പറഞ്ഞില്ല. അതിന് പകരം എന്താ പറഞ്ഞത്? ഡെക്കറേറ്റഡ്, അലങ്കരിക്കപ്പെട്ടവരാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം മരിച്ചവർക്ക് വേണ്ടി കരയാനും ആരും ധൈര്യപ്പെട്ടില്ല. അപ്പം സ്മോൾ പോക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ചെറിയ ചെറിയ പാടുകൾ ദേഹത്തെല്ലാം വരും. അപ്പം മേ ബി അതിനാലേ ആയിരിക്കും ഡെക്കറേറ്റഡ് എന്നൊരു വേർഡ്. ഇനിയുള്ള കഥ വായിക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ മനസ്സിലാവും. He put an end to the coming and going between neighbors and between villages. He stopped all movement. അപ്പോൾ അടുത്ത ഗ്രാമങ്ങളിലേക്ക് പോകുന്നതോ അയൽവാസികളെ കാണുന്നതോ എല്ലാം കിറ്റിക്പ പൂർണ്ണമായും അവസാനിപ്പിച്ചു. അതായത് ആരും യാത്ര ചെയ്യാനും സന്ദർശിക്കാനും ധൈര്യപ്പെട്ടില്ല. കാരണം സ്മോൾ പോക്സ് പടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു ക്വാറന്റൈൻ സിറ്റുവേഷൻ അവിടെ വന്നു. They said Kitikpa is in that village and immediately it was cut off by its neighbors. അപ്പോൾ എന്താ, കിറ്റിക്പ ഗ്രാമത്തിലുണ്ട് അല്ലെങ്കിൽ കിറ്റിക്പ ഗ്രാമത്തിൽ എത്തിയിരിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അടുത്തുള്ള ഗ്രാമങ്ങൾ എന്ത് ചെയ്യും? ഉടനെ തന്നെ ആ ഗ്രാമത്തെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തി. എന്ന് വെച്ചാൽ ആരും ആ ഗ്രാമത്തിൽ പോകത്തില്ല, ആ ഗ്രാമത്തിലുള്ളവരുമായിട്ട് ഒരു സമ്പർക്കവും ഇല്ല. ജൂലിയസ് വാസ് സാഡ് ആൻഡ് വറീഡ് ബിക്കോസ് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് എ വീക്ക് സിൻസ് ഹി ഹാഡ് സീൻ ജാനറ്റ് ദ ഗേൾ ഹി വാസ് ഗോയിങ് ടു മാരി. അപ്പോൾ ജൂലിയസിന് ദുഃഖവും ഉത്കണ്ഠയും ഉണ്ടായിരുന്നു. എന്താണ് കാരണം? അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന ജാനറ്റിന് ഒരു ആഴ്ചയെ കണ്ടില്ല. മാ ഹാഡ് എക്സ്പ്ലെയിൻ ടു ഹിം വെരി ജെന്റ്ലി ദാറ്റ് ഹി ഷുഡ് നോ ലോങ്ങർ ഗോ ടു സീ ദം until this thing is over by the power of Jehovah. അപ്പം
യഹോവയുടെ ശക്തിയാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരുന്നത് വരെ ഇങ്ങോട്ട് വരണ്ട എന്ന് ജാനറ്റിൻ്റെ അമ്മ സാവധാനമായി ജൂലിയസിനോട് പറഞ്ഞു. മാ വാസ് എ വെരി ഡിവോട്ട് ക്രിസ്ത്യൻ കൺവേർട്ട് ആൻഡ് വൺ റീസൺ വൈ ഷീ അപ്രൂവ്ഡ് ഓഫ് ജൂലിയസ് ഫോർ ഹെർ ഓൺലി ഡോട്ടർ വാസ് ദാറ്റ് ഹീ സാങ് ഇൻ ദ കൊയർ ഓഫ് ദ CMS ചർച്ച്. അപ്പോൾ മാ വളരെ ഭക്തിയുള്ള ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അതുപോലെ ജൂലിയസ് പള്ളിയിലെ ഗാനസംഘത്തിൽ പാടുന്നവനായിരുന്നത് കൊണ്ടാണ് അവർ ജൂലിയസിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം. യു മസ്റ്റ് കീപ് ടു യുവർ റൂംസ് ഷീ സെഡ് in hushed tones, for Kittikpa strictly forbade any noise or boisterousness. അപ്പോൾ forbade എന്ന് വെച്ചാൽ ബാൻ, boisterousness എന്ന് വെച്ചാൽ നോയ്സി. അപ്പോൾ കിറ്റിക്പയ്ക്ക് ശബ്ദം ഇഷ്ടമില്ലാത്തതിനാൽ നീ മുറിയിൽ തന്നെ ഇരിക്കണം, പുറത്തിറങ്ങരുത് എന്ന് ആര് ശാന്തമായിട്ട് ജൂലിയസിനോട് പറഞ്ഞു? അത് ജാനറ്റിൻ്റെ അമ്മ പറയുവാണ്. യു നെവർ നോ ഹൂം യു മൈറ്റ് മീറ്റ് ഓൺ ദ സ്ട്രീറ്റ്, ദാറ്റ് ഫാമിലി ഹാസ് ഗോട്ട് ഇറ്റ്. അതായത് വീതിയിൽ ആരെ കാണുമെന്ന് പറയാൻ ഒക്കത്തില്ല. അതായത് രോഗബാധിതരെ കാണാനും സാധ്യതയുണ്ട്. അവിടെയുള്ള ആ കുടുംബത്തിന് രോഗം പിടിച്ചു എന്ന് പറയുകയാണ് ജൂലിയസ് ഒബിയോട്. ഷീ ലോവേഡ് ഹെർ വോയിസ് ഈവൻ മോർ ആൻഡ് പോയിന്റഡ് സർപ്ചസ്ലി വെച്ചാൽ സീക്രട്ട്ലി അറ്റ് ദ ഹൗസ് അക്രോസ് റോഡ് ഹൂസ് ഡോർവേ വാസ് ബാർഡ് വിത്ത് യെല്ലോ പാം ഫ്രണ്ട്സ്. അപ്പോൾ ബാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ്ഡ്. ഓക്കെ, അപ്പം ജാനറ്റിൻ്റെ അമ്മ കുറച്ചുകൂടി ശബ്ദം താഴ്ത്തിയ ശേഷം ആ വഴിക്കപ്പുറത്തുള്ള വീട്ടിലേക്ക് സീക്രട്ട്ലി വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുവാണ്, ആ വീടിൻ്റെ വാതിലിന് പുറത്ത് ഒരു മഞ്ഞ ഈന്തപ്പനയുടെ ഇലകൾ കെട്ടിയിരുന്നു. അപ്പോൾ ആ വീട്ടിൽ രോഗം വന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആ ഒരു യെല്ലോ പാം ഫ്രണ്ട്സ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ രോഗബാധയുടെ അടയാളം, ആരെങ്കിലും ഒരാൾ രോഗം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് ആ സൈൻ. അത് സൈൻ ഓഫ് സ്മോൾ പോക്സ് ഇൻഫെക്ഷൻ ആണത്. ഓക്കെ, he had decorated one of them already and the rest were moved away today in a big government lorry. അപ്പോൾ ഹി എന്ന് റെഫർ ചെയ്യുന്ന കിറ്റിക്പയാണ്. ഡെക്കറേറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കിൽഡ് എന്ന് വേണമെങ്കിൽ ഉദ്ദേശിക്കാം, ഇല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിരിക്കാം. അവരിൽ ഒരാൾക്ക് സ്മോൾ പോക്സ് പിടിച്ചു എന്നായിരിക്കാം, ഇല്ലെങ്കിൽ പിടിച്ച് ശരീരത്തിൽ പാടുകൾ വന്നു എന്നായിരിക്കാം, ഇല്ലെങ്കിൽ കിറ്റിക്പയുടെ അതായത് സ്മോൾ പോക്സ് സ്പിരിറ്റായി കിറ്റിക്പ കാരണം ആ മനുഷ്യൻ മരിച്ചു എന്നായിരിക്കാം ആ വീട്ടിലുള്ള. അപ്പോൾ അവരിൽ ഒരാൾക്ക് ഇതിനകം രോഗം ബാധിച്ചു എന്നും ആയിരിക്കാം. അപ്പോൾ ബാക്കി എല്ലാവരെയും എന്ത് ചെയ്തു? ഒരു വലിയൊരു ഗവൺമെൻറ് ലോറി വന്നു ബാക്കിയുള്ളവരെല്ലാം കൊണ്ടുപോയി. ജാനറ്റ് walked a short way with Julius and stopped. So he stopped too. They seemed to have nothing to say to each other, yet they lingered on. അപ്പോൾ ജാനറ്റ് ജൂലിയസിനൊപ്പം അല്പദൂരം നടന്നു, പിന്നെ നിന്നു. അതോടൊപ്പം ജൂലിയസും നിന്നു. പരസ്പരം പറയാൻ ഒന്നുമില്ലാത്തതുപോലെ തോന്നി. അതാണ് they lingered on. എങ്കിലും അവർ അനങ്ങാതെ അവിടെ തന്നെ നിന്നു. Then she said good night and he said good night, and they shook hands, which was very odd, as though parting for the night was something new and grave. Grave എന്ന് പറയുമ്പോൾ സീരിയസ്. അപ്പോൾ അവൾ ഗുഡ് നൈറ്റ് പറഞ്ഞു, ജൂലിയസും തിരിച്ചു പറഞ്ഞു. അവർ കൈ കൊടുത്തു. വിചിത്രമായി തോന്നി എന്നാണ് പറയുന്നത്. അതായത് സാധാരണയുള്ള ഒരു വിടപറച്ചിൽ പോലെ തോന്നിയില്ല, എന്തോ പുതിയതും ഒരു സീരിയസ് ആയിട്ടുള്ളതുമായ ഒരു വിടപറയൽ പോലെ. അതായത് പുറത്ത് എന്താണ് നടക്കുന്നത്, ഇല്ലെങ്കിൽ പുറത്ത് അവർ എന്താണ് കേൾക്കുന്നതും കാണുന്നതും, രോഗവും ഭയവും എല്ലാം, അതുകൊണ്ടായിരിക്കാം മേ ബി. അതിനാൽ ഒരു ചെറിയ ഒരു കൈ കൊടുക്കലും ഒരു ഗുഡ് നൈറ്റും എല്ലാം വളരെ ഗൗരവമുള്ളതും മേ ബി മനസ്സിൽ തൊടുന്നതുമായ ഒരു നിമിഷമായി അവർക്ക് തോന്നിയിരിക്കാം. He did not go straight home because he wanted desperately to cling even alone to this strange parting. അപ്പോൾ അവൻ നേരെ വീട്ടിലേക്ക് പോയില്ല. അതായത് he was not ready to return to the ordinary life. അതാണ് പറയുന്നത്. ഈ ലൈൻ കാണിക്കുന്നത് ജൂലിയസിൻ്റെ ലോൺലിനെസ്സും ഇമോഷണൽ സെൻസിറ്റിവിറ്റിയുമാണ്. അതായത് ഇറ്റ് ഷോ ദാറ്റ് ദ പാർട്ടിങ് ടച്ച്ഡ് ഹിം ഡീപ്ലി എന്നതാണ് കാണിക്കുന്നത്. Be educated. He was not afraid of whom he might meet. So he went to the bank of the river and just walked up and down it. അപ്പോൾ അതായത് അന്ധവിശ്വാസങ്ങളിൽ ഭയപ്പെടാത്തവനായതുകൊണ്ട് അവന് പേടിയില്ലായിരുന്നു. അതിനാൽ അവൻ എന്താ ചെയ്തത്? നേരെ വീട്ടിലോട്ട് പോകാതെ അവൻ ആ നദിക്കരയിലേക്ക് പോയ ശേഷം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. He must have been there a long time because he was still there when the wooden gong of the night mask sounded. അപ്പോൾ ജൂലിയസ് നദിക്കരയിൽ വളരെ നേരം ചിലവഴിച്ചിരിക്കണം. കാരണം എന്താണ്? സമയം കടന്നുപോയത് അവൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ അവന് മനസ്സിലായില്ല. നൈറ്റ് മാസ്കിൻ്റെ ആ വുഡൻ ഗോങ് ശബ്ദം കേൾക്കുമ്പോഴും അവൻ അവിടെ തന്നെ ആയിരുന്നു. ഈ വുഡൻ ഗോങ് എന്ന് പറയുമ്പോൾ ഒരു ട്രഡീഷണൽ ആഫ്രിക്കൻ ഇൻസ്ട്രുമെൻ്റ് ആണ്, ഇക്വി എന്ന് പറയും. അപ്പം ഇഗ്ബോ സംസ്കാരത്തിൽ മാസ്ക്, അതായത് നൈറ്റ് മാസ്ക് എന്ന് വെച്ചാൽ സ്പിരിറ്റ്, ആത്മാവിൻ്റെ പ്രതിനിധിയാണ്. അപ്പം രാത്രിയിൽ മാത്രം വരും. അതൊരു ഡേഞ്ചറസ് സ്പിരിറ്റാണ്, അത് മരണവും രോഗവും കൊണ്ടുവരുന്ന ഒരു ശക്തിയുടെ പ്രതീകമാണ് എന്നൊക്കെയാണ് ഇഗ്ബോയുടെ കൾച്ചറൽ ബിലീഫ്. അപ്പോൾ വുഡൻ ഗോങ് എന്നത് ഒരു വാർണിംഗ് സിഗ്നലാണ്. അതായത് നൈറ്റ് മാസ്കിൻ്റെ സാന്നിധ്യം അറിയിക്കാൻ ആ മരംഗോങ് അടിക്കുകയാണ്
അപ്പം നൈറ്റ് മാസ്ക് പുറത്തിറങ്ങിയിരിക്കുന്നു, ആരും പുറത്ത് കാണാൻ പാടില്ല, കണ്ടാൽ ശിക്ഷ ലഭിക്കുമെന്നാണ് ആ ഒരു വാർണിംഗ്, ഒരു ചുരുക്കം, അതിൻ്റെ ചുരുക്കം. ഹി ഇമ്മീഡിയറ്റ്ലി സെറ്റ് ഔട്ട് ഫോർ ഹോം, ഹാഫ് വാക്കിംഗ് ഹാഫ് റണ്ണിങ്, ഫോർ നൈറ്റ് മാസ്ക് വർ നോട്ട് എ മാറ്റർ ഓഫ് സൂപ്പർസ്റ്റിഷൻ, ദേ വർ റിയൽ. അപ്പം അവൻ വീട്ടിലേക്ക് പാഞ്ഞു. അതായത് പറയുന്നുണ്ട് ഹാഫ് വാക്കിംഗ് ഹാഫ് റണ്ണിങ്, കാരണം നൈറ്റ് മാസ്കുകൾ എന്നത് അന്ധവിശ്വാസമല്ല, അവ യാഥാർത്ഥ്യമാണ്, അതുപോലെ അപകടകാരിയാണ് എന്നാണ് ഇഗ്ബോയുടെ കൾച്ചറൽ ബിലീഫ്. ദേ ചോസ് എ നൈറ്റ് ഫോർ റെവൽറി ബിക്കോസ് ലൈക്ക് ദ ബാറ്റ്സ് their ugliness was great. അപ്പോൾ ആ ആത്മാക്കൾ രാത്രി തിരഞ്ഞെടുക്കുന്നത് അവരുടെ രൂപഭംഗി വവ്വാലുകളെ പോലെ വളരെ ഭീകരമായതിനാൽ ഇരുട്ടിൽ മാത്രമേ പുറത്തു വരത്തുള്ളൂ. ഈ അഗ്ലിനെസ് എന്നത് ആ ഉമ്മുരു ഗ്രാമത്തെ നശിപ്പിക്കുന്ന ആ സ്മോൾ പോക്സ്, ആ പകർച്ചവ്യാധിയുടെ ഭയാനകവും വിനാശകരവുമായ ആ നേച്ചറിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇൻ ഹിസ് ഹൈ ഹി സ്റ്റെപ്ഡ് ഓൺ സംതിങ് ദാറ്റ് ബ്രോക്ക് വിത്ത് എ സ്ലൈറ്റ് ലിക്വിഡ് എക്സ്പ്ലോഷൻ. വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നതിനിടെ ജൂലിയസ് എന്തോ ഒന്നിൽ കാൽ വെച്ചു, ചവിട്ടി. അത് ഒരു ദ്രാവകമുള്ള ഒരു പൊട്ടുന്ന ശബ്ദമുണ്ടാക്കി, ജസ്റ്റ് ഒന്ന് അത് പൊട്ടി. അപ്പോൾ ഹീ സ്റ്റോപ്ഡ് ആൻഡ് പീപ് ഡൗൺ അറ്റ് ദ ഫുട് പാത്ത്. അപ്പോൾ അവൻ ജസ്റ്റ് സ്റ്റോപ്പായിട്ട് ആ പാതയിലേക്കൊന്ന് നോക്കി, ഫുട് പാത്തിലോട്ട്, എന്തിലാണ് താൻ കാൽ വെച്ചതെന്ന് പരിശോധിക്കാൻ. ദ മൂൺ വാസ് നോട്ട് അപ്പ് എറ്റ് ബട്ട് ദർ വാസ് എ ഫെയിൻറ്റ് ലൈറ്റ് ഇൻ ദ സ്കൈ വിച്ച് ഷോഡ് ദാറ്റ് ഇറ്റ് വുഡ് നോട്ട് ബി ലോങ് ഡിലേഡ്. അപ്പോൾ ചന്ദ്രൻ ആകാശത്ത് തെളിഞ്ഞു വന്നിട്ടില്ല, പക്ഷേ ആകാശത്ത് അല്പം വെളിച്ചമുണ്ടായിരുന്നു. അത് ചന്ദ്രോദയം ഉടനെ സംഭവിക്കുമെന്ന ഒരു ഇൻഡിക്കേഷൻ. In this half light he saw that he had stepped on an egg offered in sacrifice. അപ്പോൾ ആ ഡിം ലൈറ്റിൽ അവന് മനസ്സിലായി താൻ കാൽ വെച്ചത് ഒരു യാഗത്തിനായി വെച്ച, ഒരു യാഗം കഴിഞ്ഞു വെച്ച ഒരു മുട്ടയിലാണ്. അപ്പോൾ he had stepped on a sacrificial egg. Someone oppressed by misfortune had brought the offering to the crossroads in the dusk. ഡസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് ടൈം. ഓക്കെ, ആ സന്ധ്യയാകാൻ പോകുന്ന സമയം. അപ്പം ബാഡ് ലക്ക് കാരണം കഷ്ടപ്പെടുന്ന ആരോ ആണ് ആ മുട്ട സന്ധ്യാസമയത്ത് ആ ക്രോസ് റോഡിൽ വെച്ചത്, ഒരു റിച്വൽ ഓഫറിങ്ങിന് വേണ്ടി. അതായത് അയാളുടെ മിസ്ഫോർച്യൂണൊക്കെ പോകാൻ വേണ്ടി ദേവന്മാർക്കോ ഇല്ലെ ദേവതകൾക്കോ ഓഫർ ചെയ്ത് പ്രെയർ ചെയ്ത് കഴിഞ്ഞ് ആ മുട്ട തൻ്റെ മിസ്ഫോർച്യൂൺ മാറാൻ വേണ്ടി ആരോ കൊണ്ട് വെച്ചതാണ്. ആൻഡ് ഹി സ്റ്റെപ്ഡ് ഓൺ ഇറ്റ്. അപ്പോൾ ജൂലി സോബി അതിൻ്റെ മുകളിലാണ് അറിയാതെ കാൽ തെറ്റി വെച്ചത്. ദർ വേർ ദി യൂഷ്വൽ പാം ഫോൺസ് അറൗണ്ട് ഇറ്റ്. അപ്പോൾ സാധാരണ പോലെ തന്നെ അതിൻ്റെ ചുറ്റും പനയിലകൾ വെച്ചിരുന്നു. അതൊരു റിച്വൽ ഡെക്കറേഷനാണ്. ഓക്കെ, ബട്ട് ജൂലി സോ ഇറ്റ് ഡിഫറെൻ്റ്ലി ആസ് എ ഹൗസ് വേർ ദ ടെറിബിൾ ആർട്ടിസ്റ്റ് അറ്റ് വർക്ക്. അപ്പോൾ ടെറിബിൾ ആർട്ടിസ്റ്റ് എന്നത് കിറ്റിക്പയാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. അപ്പോൾ കിറ്റിക്പ വാസ് വർക്കിംഗ്. എന്താ വർക്കിംഗ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? പ്രിപ്പയറിംഗ് ഡെത്ത്. ഓക്കെ, അപ്പോൾ ജൂലിയസിന് ആ യാഗമുട്ടയും അതിൻ്റെ ചുറ്റുമുള്ള പനയിലയും സാധാരണ യാഗചിഹ്നമായി മാത്രം തോന്നിയില്ല, പിന്നെയോ അവൻ അതൊരു വീട് പോലെയും അതിലൊരു ടെറിബിൾ ആർട്ടിസ്റ്റായി കിറ്റിക്പ, മരണത്തിൻ്റെ ദേവൻ, തൻ്റെ പണി അഥവാ ആ മരണചിഹ്നം വരയ്ക്കുന്ന ജോലി ചെയ്യുന്നത് പോലെ തോന്നി. അതിനാൽ ആ മുട്ട പൊട്ടിച്ചത് കൊണ്ട് ജൂലിയസിന് തൻ്റെ മേലെ ആ മിസ്ഫോർച്യൂൺ, ആ ദോഷം വരുമെന്ന് ഭയപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ ഒരു ഇഗ്ബോയുടെ കൾച്ചറൽ ബിലീഫാണ്. ആ മുട്ടയിൽ ചവിട്ടി പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ വെച്ച ആളുടെ മിസ്ഫോർച്യൂൺ മേ ബി ആ പൊട്ടിച്ച ആൾക്ക് വരും എന്നത്. He wiped the sole of his foot at the sandy path and hurried away, carrying another vague worry in his mind. അപ്പോൾ അവൻ ആ കാൽ ചുവട്ടിലെ അഴുക്ക് ഇല്ലെങ്കിൽ മാലിന്യം ആ മണൽപ്പാതയിൽ തുടച്ചു നീക്കി. പക്ഷെ മനസ്സിലൊരു പുതിയ ആശങ്കയോടെ വേഗത്തിൽ മുന്നോട്ട് നടന്നു. എന്തുകൊണ്ടാണ് ഒരു ആശങ്ക വന്നത്? ആ സാക്രിഫിഷ്യൽ എഗ് ബ്രേക്ക് ചെയ്തതുകൊണ്ട്. അതായത് അതങ്ങനെ തകർക്കുക അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുക എന്നത് ഒരു മിസ്ഫോർച്യൂനായിട്ട് അല്ലെങ്കിൽ ഒരു അശുദ്ധമായിട്ടാണ് കരുതപ്പെടുന്നത്. ബട്ട് ഹറിങ് വാസ് നോ യൂസ് നൗ. ദ ഫ്ലീറ്റ് ഫൂട്ടഡ് മാസ്ക് വാസ് ഓൾറെഡി എബ്രോഡ്. അപ്പോൾ വെരി ഫാസ്റ്റ് ആയിട്ട് ആ മാസ്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓടിയിട്ടും പ്രയോജനമില്ല. ആ മുഖാവരണം ധരിച്ച ആത്മാവ് കിറ്റിക്പ ഇതിനകം പുറത്തിറങ്ങി കഴിഞ്ഞിരുന്നു. അപ്പം ഫ്ലീറ്റ് ഫൂട്ടഡ് മാസ്ക് എന്നുള്ളത് ഇഗ്ബോയുടെ കൾച്ചറൽ ബിലീഫിൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സ്പിരിറ്റ് ആണ്. അതായത് ആത്മാവിൻ്റെ പ്രകടനമായിട്ടാണ് ഇതെല്ലാം കരുതുന്നത്. അതായത് പലപ്പോഴും ഈ ഓടുന്നതിൻ്റെ ഭയാനകമായ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നതായിട്ട് അവർ കരുതിയിരുന്നു. അപ്പം ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പറയുവാണ് ഓടിയിട്ടും പ്രയോജനമില്ല, കാരണം ആ മുഖാവരണം ധരിച്ച ആത്മാവ് ഇതിനകം പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതായത് കിറ്റിക്പ പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നെന്ന് ജൂലി സോബി പേടിക്കുവാണ്. പെർഹാപ്സ് ഇറ്റ് വാസ് impelled to hurry by the threatening imminence of the moon. Maybe the spirit was also hurrying. വേഗത്തിലാണ്, മേ ബി സ്പിരിറ്റും വേഗത്തിലാണ്. കാരണം എന്താണ്? ചന്ദ്രൻ ഉടൻ ഉദിക്കാൻ സമയമായിരിക്കുന്നു. അപ്പം ഇറ്റ്സ് വോയിസ് റോസ് ഹൈ ആൻഡ് ക്ലിയർ ഇൻ ദ സ്റ്റിൽ നൈറ്റ് എയർ ലൈക്ക് എ ഫ്ലേമിംഗ് സോൾ. അപ്പോൾ ഇറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പിരിറ്റിൻ്റെ, ആ കിറ്റിക്പയുടെ ശബ്ദം. അപ്പോൾ രാത്രിയിൽ ശാന്തമായ വായുവിൽ കിറ്റിക്പയുടെ ആ ആത്മാവിൻ്റെ ശബ്ദം
പെട്ടെന്ന് ഉയർന്നും വ്യക്തവുമായി മുഴങ്ങി. അതായത് ആ ശബ്ദം ഒരു ഫ്ലേമിംഗ് സോഡ് പോലെ ആയിരുന്നു. ഈ ഫ്ലേമിംഗ് സോഡ് എന്നത് ഉപമ സൂചിപ്പിക്കുന്നത് തെളിച്ചമുള്ള ശബ്ദം, ഒരു ഹൈ ആയിട്ടുള്ള, ക്ലിയർ ആയിട്ടുള്ള, ഫിയേഴ്സ് ആയിട്ടുള്ള, കട്ടിങ് ത്രൂ സൈലൻസ് എന്നൊക്കെ പറയാം നമുക്ക്. ഇറ്റ് വാസ് എറ്റ് എ ലോങ് വേ എവേ ബട്ട് ജൂലിയസ് ന്യൂ ദാറ്റ് ഡിസ്റ്റൻസസ് വാനിഷ്ഡ് ബിഫോർ ഇറ്റ്. ആ സ്പിരിറ്റ് ദൂരെ ആയിരുന്നെങ്കിലും ജൂലിയസിന് അറിയാമായിരുന്നു ആ ദൂരം ആ സ്പിരിറ്റിന് ഒന്നുമല്ല. അത് ദാറ്റ് ഡിസ്റ്റൻസ് മീൻ നത്തിങ്. അത് പെട്ടെന്ന് എത്തിച്ചേരും. So he made straight for the cocoyam farm beside the road and threw himself on his belly in the shelter of the broad leaves. അപ്പോൾ അവൻ ഓടി അടുത്തുള്ള കൊക്കോയാം ഫാമിലോട്ട്, എന്നിട്ട് അവിടെയുള്ള വലിയ ഇലകളുടെ കീഴിൽ, അതായത് ചേമ്പിൻ്റെ ഇലകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, അതുപോലത്തെ വലിയ ഇലകളുടെ കീഴിൽ, ഒരു വീതിയും വലുതുമായിട്ടുള്ള അവരല്ല, അപ്പോൾ അതിൻ്റെ കീഴിൽ കിടന്നാൽ ആർക്കും തന്നെ കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല, ഇല്ലെ തന്നെ കാണാൻ കഴിയത്തില്ല എന്ന് വിശ്വാസത്തിൽ അവൻ അവിടെ ഒളിച്ചു കിടക്കുകയാണ്. He quickly lay down flat on the ground. അപ്പോൾ അവൻ നിലത്ത് കിടന്നു. He had hardly done this when he heard the rattling staff of the spirit and a thundering stream of exoteric speech. എന്താണ് അവൻ കിടന്നപ്പോൾ കേട്ടത്? ആ സ്പിരിറ്റിൻ്റെ കുലുങ്ങുന്ന ദണ്ടിൻ്റെ ശബ്ദവും രഹസ്യമായ മന്ത്രവാക്യങ്ങളുടെ ശബ്ദവും കേട്ടു. He shook all over. The sounds came bearing down on him, almost pressing his face into the moist earth. അപ്പോൾ ഭയത്താൽ അവൻ്റെ ശരീരമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ആ ശബ്ദങ്ങൾ അത്രയ്ക്ക് ശക്തമായി തോന്നി. അതുകൊണ്ട് എന്താ ജൂലി സോബിക്ക് ഭയം കാരണം ജൂലി സോബി തൻ്റെ മുഖം ആ നനഞ്ഞ മോയിസ്റ്റ് എർത്തിൽ, ആ മണ്ണിൽ ചേർത്തിങ്ങനെ കിടക്കുകയാണ്. ആൻഡ് നൗ ഹി കുഡ് ഹിയർ ദ ഫുഡ് സ്റ്റെപ്സ്. അപ്പോൾ കാൽനടയുടെ ശബ്ദം കേൾക്കാമായിരുന്നു. ഇറ്റ് വാസ് ആസ് 20 ഈവിൾ മെൻ വെർ റണ്ണിങ് ടുഗദർ. ഒന്നിച്ചോടുന്ന 20 ദുഷ്ടന്മാരുടെ ശബ്ദം പോലെ ഒബിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ജൂലി സോബി ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുവാണ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. Panic sweat broke all over him and he was nearly able to get up and run. അപ്പോൾ ഭയം കാരണം ശരീരം മുഴുവൻ വിയർക്കാൻ തുടങ്ങി, അത് സ്വെറ്റാകാൻ തുടങ്ങി. എഴുന്നേറ്റ് ഓടിപ്പോകണമെന്ന് തോന്നി ജൂലിയസിന്. ഫോർച്യുനേറ്റ്ലി ഹി കെപ്റ്റ് എ ഫേം ഹോൾഡ് ഓൺ ഹിംസെൽഫ്. എന്ന് വെച്ചാൽ ഹി കൺട്രോൾഡ് ഹിംസെൽഫ് ആൻഡ് സ്റ്റേഡ്. അവിടെ മറഞ്ഞ് തന്നെ ഇരുന്നു. In no time at all, the commotions in the air and on the earth, the thunder, the torrential rain, the earthquake and flood passed and disappeared the distance on the other side of the road. അതായത് ഈ ഇടിമിന്നൽ, പേമാരി, ഭൂകമ്പം, വെള്ളപ്പൊക്കം, അതൊക്കെ ഈ കിറ്റിക്പയുടെ ശക്തിയുടെ പ്രതീകങ്ങളാണ് ആക്ച്വലി. അപ്പോൾ ഇവയെല്ലാം, ഈ കോലാഹലം എല്ലാം ഉദ്ദേശിക്കുന്ന കിറ്റിക്പയുടെ ശക്തിയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പം ഇതെല്ലാം അങ്ങ് മാഞ്ഞു. ഇതെല്ലാം അതർ സൈഡ് ഓഫ് ദ റോഡിലോട്ട് ഈ ശബ്ദങ്ങളെല്ലാം പോയി. അപ്പം ഇതെല്ലാം കേട്ടോണ്ട് ജൂലി സോബി ഇങ്ങനെ അവിടെ കിടക്കുവാണ്. The next morning at the office, the chief clerk, a son of the soil, spoke bitterly about the last night's provocation of Kitikpa by the headstrong youngsters who had launched a noisy fleet-foot masked interference of the elders. അപ്പോൾ എന്താ സംഭവിച്ചത് ഇവിടെ? തൻ്റെ സമൂഹത്തിൻ്റെ പരമ്പരാഗത വിശ്വാസങ്ങളെയും ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു മുതിർന്ന വിദ്യാസമ്പന്നനായ ക്ലർക്ക് എന്തിനെക്കുറിച്ചാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് ഈ യുവതലമുറ, ഇവിടെയുള്ള യുവതലമുറ എന്നത് ഈ പാശ്ചാത്യ സ്കൂളുകളിലും പള്ളികളിലും വിദ്യാഭ്യാസം നേടി പരമ്പരാഗത വിശ്വാസങ്ങളെ വെറുക്കുകയും അന്ധവിശ്വാസങ്ങളായി അതിനെ തള്ളിക്കളയുകയും ചെയ്ത ആചാരങ്ങളെയും മുതിർന്നവരുടെ മുന്നറിയിപ്പുകളെയും അവഗണിച്ചുകൊണ്ട് ഈ യുവാക്കൾ അവർ ഒരു അനുസരണക്കേട് കാണിച്ചു. യുവാക്കൾ മുതിർന്നവർ വിലക്കിയിട്ടും ശബ്ദമുള്ള, വേഗതയുള്ള മാസ്ക് നൃത്തം, അത് ഫ്ലീറ്റ് ഫൂട്ടഡ് മാസ്ക് തുടങ്ങി. അത് സ്പിരിറ്റിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അത് കിറ്റിക്പേ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ യങ്സ്റ്റേഴ്സ് ചെയ്തു കൂട്ടിയതല്ല. അപ്പോൾ കിറ്റിക്പേ അപമാനിച്ചാൽ അപകടകരമാണ് എന്ന് എൽഡേഴ്സിന് അറിയാം. അപ്പോൾ കിറ്റിക്പേ പ്രകോപിച്ചാൽ എന്തുണ്ടാകും? ദുരന്തമുണ്ടാകും എന്ന് എൽഡേഴ്സ് പറയുകയാണ്. അപ്പോൾ ഇവിടെ ചീഫ് ക്ലർക്ക് എന്താ പറയുന്നത്? ദ ട്രബിൾ വാസ് ദാറ്റ് ദ ഡിസോബഡിയന്റ് യൂത്ത് ഹാഡ് നെവർ യെറ്റ് എക്സ്പീരിയൻസ്ഡ് ദ പവർ ഓഫ് കിറ്റിക്പ ദംസെൽവ്സ്. ദേ ഹാഡ് ഓൺലി ഹേർഡ് ഓഫ് ഇറ്റ്. അതായത് ഈ യുവാക്കൾക്ക് കിറ്റിക്പയുടെ ശക്തി നേരിട്ട് അനുഭവിച്ചിട്ടില്ല. അവർ ദേ ഓൺലി ന്യൂ സ്റ്റോറീസ് അബൌട്ട് ഇറ്റ്. കിറ്റിക്പയെക്കുറിച്ചുള്ള കഥകൾ മാത്രമേ അവർ കേട്ടിട്ടുള്ളൂ. ബട്ട് സൂൺ ദേ വുഡ് ലേൺ. പക്ഷെ ഉടൻ അവർ ആ ശക്തിയെക്കുറിച്ച് അറിയാൻ പോകുന്നു എന്ന് ഒരു വാർണിംഗ് പോലെ ആ ചീഫ് ക്ലർക്ക് പറയുകയാണ്. ആസ് ജൂലി സ്റ്റുഡ് അറ്റ് ദ വിൻഡോ ലുക്കിംഗ് ഔട്ട് ഓൺ ദ എംപ്റ്റീഡ് മാർക്കറ്റ് ഹി ലിവ്ഡ് ത്രൂ ദ ടെറർ ഓഫ് ദാറ്റ് നൈറ്റ് അഗൈൻ. അപ്പോൾ ജൂലിയസ് ആ ജനലിനരികിൽ നിന്നുകൊണ്ട് ആ ആളൊഴിഞ്ഞ മാർക്കറ്റിലേക്ക് നോക്കിയപ്പോൾ ആ രാത്രിയിൽ താൻ അനുഭവിച്ച ആ ഭയം വീണ്ടും മനസ്സിൽ തെളിഞ്ഞു. ഇറ്റ് വാസ് ബെയർലി എ വീക്ക് അഗോ ബട്ട് ഓൾറെഡി ഇറ്റ് സീംഡ് ലൈക്ക് അനദർ ലൈഫ് സെപ്പറേറ്റഡ് ഫ്രം ദ പ്രസന്റ് ബൈ വാസ്റ്റ് എംപ്റ്റിനെസ്. ദിസ് എംപ്റ്റിനെസ് ഡീപ്പൻഡ് വിത്ത് എവറി
പാസിംഗ് ഡേ. അപ്പോൾ സംഭവം വെറും ഒരു ആഴ്ചയ്ക്ക് മുമ്പ് നടന്നതാണെങ്കിലും ജൂലിയസിന് അത് മറ്റൊരു ജീവിതത്തിൽ നടന്നതുപോലെ തോന്നി. അതായത് ആ അനുഭവം അത്രയും ഭീകരമായിരുന്നു. അവൻ്റെ മനസ്സിൽ വലിയൊരു ശൂന്യത അനുഭവപ്പെട്ടു. ആ ശൂന്യതയുടെ അനുഭവം ദിവസങ്ങൾ കടന്നു പോകുമ്പോഴും കൂടുതൽ ശക്തമായി. ഓൺ ദിസ് സൈഡ് ഓഫ് ഇറ്റ് സ്റ്റുഡ് ജൂലിയസ് ആൻഡ് ഓൺ ദ അതർ മാ ആൻഡ് ജാനറ്റ് whom the dead artist decorated. അപ്പോൾ ഓൺ വൺ സൈഡ് വേഴ്സ് ദ അതർ സൈഡ് എന്നത് ലൈഫ് വേഴ്സ് ഡെത്ത് ആണ്. ഓൺ ദ അതർ സൈഡ് എന്ന് പറയുമ്പോൾ മാ ആൻഡ് ജാനറ്റ് അവർ ദ ബോത്ത് ആർ ഡെഡ്. അപ്പം കിറ്റിക്പ ദ ഡെഡ് ആർട്ടിസ്റ്റ് അവരെ ഡെക്കറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത്. അപ്പം നമ്മുടെ ജൂലി സോബി ഫസ്റ്റ് നമ്മൾ കാണുന്നുണ്ട് അന്ധവിശ്വാസങ്ങളിലൊന്നും അവന് വിശ്വാസമില്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷേ ആ സാക്രിഫിഷ്യൽ എഗ് ആരോ സാക്രിഫിഷ്യൽ എഗ് വെച്ചത് ആ ക്രോസ് റോഡിൽ വെച്ചത് അവൻ ചവിട്ടിയതിന് ഫലമായി ആയിരിക്കാം അവനും ഈ ഒരു മിസ്ഫോർച്യൂൺ വന്നത്, അതായത് തനിക്ക് പ്രിയപ്പെട്ടവർ മരിച്ചത് എന്ന് ജൂലി സോബി വിശ്വസിക്കുന്നു. ഇതിൻ്റെ തീംസ് എന്ന് പറയുകയാണെങ്കിൽ ട്രഡീഷൻ വേഴ്സ് മോഡേണിറ്റി, അതുപോലെ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ആൻഡ് ലോസ് ഓഫ് ഐഡൻറ്റിറ്റി, അതുപോലെ കൊളോണിയലിസം. ഈ കഥ നമുക്ക് ഹൗ കൊളോണിയലിസം ചേഞ്ചസ് സൊസൈറ്റി എന്നത് വിവരിച്ചു തരുന്നു. ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് എക്സ്പ്ലനേഷൻ. താങ്ക് യു.